പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വന്തം അധ്വാനം കൊണ്ട് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ജനിച്ച നക്ഷത്ര ജാതകർ ഈ ആഴ്ചയിൽ സ്വന്തം അധ്വാനം കൊണ്ട് കുറച്ച് സാമ്പത്തിക നേട്ടങ്ങൾ നേടിയെടുക്കുന്നൊരു കാഴ്ച നേരിട്ട് അനുഭവിച്ചറിയാൻ സാധിക്കും. ഓരോ രാശിക്കാരെക്കുറിച്ചും അതിലെ നക്ഷത്ര ജാതകരെക്കുറിച്ചും അവർക്ക് വരാനിരിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചും ഇൻഫിനിറ്റി സ്റ്റോറീസ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുന്നു. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇടവക്കൂറിൽ പിറന്ന കാർത്തിക നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. നിലവിലത്തെ ഗ്രഹസ്ഥിതി 5-ൽ കേതു, 9-ൽ കുജൻ, 10-ൽ ശുക്രൻ, ശനി, 11-ൽ ആദിത്യൻ, ബുധൻ, രാഹു, 12-ൽ വ്യാഴം. ഇതാണ് ഗ്രഹനില. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ധനലാഭങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് ധനനേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഒന്ന് ശ്രമിച്ചാൽ ഇവർക്ക് വിജയസാധ്യതകൾ കൂടുതലാണ്. കാര്യസാധ്യങ്ങൾ കൂടുതലായിട്ട് ലഭിക്കും. ശരീരത്തിലെ ക്ലേശങ്ങളും അതുപോലെ തന്നെ മനക്ലേശങ്ങളും കുറഞ്ഞു തുടങ്ങും. സുഖകാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. സ്ഥാനക്കയറ്റങ്ങൾ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. തൊഴിൽ സ്ഥലത്ത് ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് ഉടനടി ഒരു തീരുമാനം എടുത്ത് മുന്നോട്ടു പോകാൻ സാധിക്കും. ഇതിന് സഹപ്രവർത്തകരുടെ പിന്തുണ കൂടി ലഭിക്കും. നല്ല വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരുടെ പ്രീതി നേടിയെടുക്കാൻ സാധിക്കും. അപമാനം ഏൽക്കേണ്ട സാഹചര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും. വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. പുതിയ തൊഴിൽ ലഭിക്കാൻ ഇടയുണ്ട്. വിവാഹ ആലോചനകൾ സഫലമാകും. തർക്കവിഷയങ്ങളിൽ വിജയം വരിക്കും. മക്കളെക്കുറിച്ച് എപ്പോഴും ഉത്കണ്ഠയുണ്ടാകും. സഹോദരങ്ങളുടെ യോജിപ്പ് എല്ലാ കാര്യങ്ങളിലും ലഭിക്കും. ഇവർ ദോഷനിവാരണാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം നിവേദിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി മിഥുനക്കൂറിൽ പിറന്ന മകയിരം 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർദം 1, 2, 3 പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. ഇവരുടെ ഗ്രഹസ്ഥിതിയെക്കുറിച്ചൊന്ന് വിശദീകരിച്ച് പറയുകയാണെങ്കിൽ 4-ൽ കേതു, അഷ്ടമത്തിൽ കുജൻ, 9-ൽ ശുക്രൻ, ശനി, 10-ൽ ആദിത്യൻ, ബുധൻ, രാഹു, 11-ൽ വ്യാഴവും ആണ് ഗ്രഹസ്ഥിതി. അതുകൊണ്ട് തന്നെ തൊഴിൽ രംഗം മെച്ചപ്പെടാനുള്ളൊരു ഭാഗ്യം ഇവർക്ക് കാണുന്നുണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങിയാൽ 100 മേനി വിജയിക്കും. ശത്രുക്കളുടെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും. സുഖ അനുഭവങ്ങൾ ഉണ്ടാകും. സ്ഥാനമാനങ്ങളും ധനാഗമവും ഉണ്ടാകും. പലതരത്തിലുള്ള വിശേഷ വസ്ത്ര അലങ്കാര സാധനങ്ങൾ സമ്മാനമായിട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. പലവിധ ആപത്തുകളിൽ നിന്നും കരകയറും. വ്രണങ്ങൾ, രക്തസ്രാവം, വിളർച്ച ഇവ ശ്രദ്ധിക്കണം. മാനക്ഷയത്തിനും ഇടയുണ്ട്. മനക്ലേശവും വീട്ടിലെ അസ്വസ്ഥതകളും കുറഞ്ഞു തുടങ്ങും. ധനകാര്യ പ്രവൃത്തികളിൽ ഭംഗിയായിട്ട് മുന്നോട്ടു പോകാൻ സാധിക്കും. ഉപാസനയ്ക്ക് ഭംഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. വാക്കുദോഷം മൂലം കലഹങ്ങൾക്കിടയുണ്ട്. ദൂരയാത്രകൾ വേണ്ടിവരും. ഭാവി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ ശ്രമിക്കണം. ദോഷനിവാരണാർത്ഥം ഭദ്രകാളി ക്ഷേത്രത്തിൽ കുരുതി പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി കർക്കിടകക്കൂറിൽ പുണർദം 4-ാം പാദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. സഹോദര ബന്ധങ്ങളിൽ ഉലച്ചിലുകൾ ഉണ്ടാകാതെ നോക്കണം. അക്ഷമ കുറഞ്ഞു തുടങ്ങും. മരണതുല്യമായ ചില അവസ്ഥകൾ ഉണ്ടാകും. ദുർജനങ്ങളുമായിട്ട് ബന്ധപ്പെടാതിരിക്കുക. ചില ആപത്തുകൾക്കും അപകടങ്ങൾക്കും ഇടയുണ്ട്. പൂർവികമായി അറിഞ്ഞു വന്നിരുന്ന കാര്യങ്ങളിൽ ചില തിരുത്തലുകൾ വേണ്ടിവരും. ഭാര്യാഭർത്തൃ കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഉദരരോഗം, നേത്രരോഗം, സന്ധിവേദന ഇവ ശ്രദ്ധിക്കണം.
പുതിയ ഗൃഹ ഉപകരണങ്ങൾ വാങ്ങാൻ സാധിക്കും. തൊഴിൽ രംഗം മെച്ചപ്പെടും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ്. പുതിയ കമ്പനികളിൽ ജോലിക്കായിട്ട് ശ്രമിക്കാം. തീർത്ഥാടനങ്ങൾ, വിനോദയാത്രകൾ തുടങ്ങിയവ നടത്താനും നല്ല സമയമാണ്. ദോഷപരിഹാരാർത്ഥം ശിവങ്കൽ മൃത്യുഞ്ജയ മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി പറയേണ്ട രാശിക്കാർ: തുലാക്കൂറിലെ ചിത്തിര നക്ഷത്രത്തിൽ പിറന്നവർ 3, 4 പാദം, ചോതി വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർ 1, 2, 3 പാദത്തിലെ വ്യക്തികൾ. ഇവർക്ക് 4-ൽ കുജൻ, 5-ൽ ശുക്രൻ, ശനി, 6-ൽ ആദിത്യൻ, ബുധൻ, രാഹു, 7-ൽ വ്യാഴം, 12-ൽ കേതു. ഇതാണ് ഗ്രഹനില. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള വഴികൾ തെളിയും. തൊഴിൽ രംഗം മെച്ചപ്പെടും. തൊഴിൽ ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണം. ധനലാഭങ്ങൾ ഉണ്ടാകും. വീട്ടിലും മനസ്സിനും സ്വസ്ഥത വർദ്ധിക്കും. ഇഷ്ടമുള്ള അന്നപാന സാധനങ്ങൾ ലഭ്യമാകും. കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും. സ്ഥാനമാനങ്ങൾ ലഭിക്കും. പലവിധ ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകും. വാക്കുസാമർഥ്യം കൊണ്ട് പല കാര്യങ്ങളും നേടാൻ സാധിക്കും. ബന്ധുജനങ്ങൾക്ക് ക്ഷേമ ഐശ്വര്യങ്ങൾ ഉണ്ടാകും. അപ്രതീക്ഷിത യാത്രകൾ വേണ്ടിവരും. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ സാമൂഹികപരമായ എതിർപ്പുകൾ അതിജീവിക്കാൻ ശ്രദ്ധിക്കണം. ചില പാപകർമ്മങ്ങൾ അത് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവർ ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി വൃശ്ചികക്കൂറിൽ വിശാഖം 4-ാം പാദം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. മനസ്സിൻ്റെ അസ്വസ്ഥതകൾ കുറഞ്ഞു തുടങ്ങുന്ന കാലമാണ്. ശത്രുക്കളിൽ നിന്നുള്ള ദുഃഖ അനുഭവങ്ങൾ മാറിക്കിട്ടും. സഹോദരങ്ങൾക്ക് ക്ഷേമ ഐശ്വര്യങ്ങൾ ഉണ്ടാകും. അവരുമായി യോജിച്ച് മുന്നോട്ടു പോകാൻ ശ്രദ്ധിക്കണം. സഹോദര സഹായം ലഭിക്കും. ഭാര്യയോടും ഭർത്താവിനോടും മക്കളോടും ഉള്ള കലഹങ്ങൾ കൂടുതലാകാതെ ശ്രദ്ധിക്കുക. ഭാഗ്യ അനുഭവങ്ങൾ അത് നല്ല രീതിയിൽ അനുഭവിക്കാനും യോഗമുണ്ട്. ബന്ധുജനങ്ങളുടെ സഹായം എല്ലാ മേഖലകളിലും ലഭിക്കും. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ സാധിക്കും. മുൻകോപം നിയന്ത്രിക്കണം. സൽക്കർമ്മങ്ങളിൽ വാസന വർദ്ധിക്കാതിരിക്കാൻ മറ്റുള്ളവർ ശ്രമിക്കുമെങ്കിലും അത് വേണ്ട രീതിയിൽ വളർത്തിയെടുക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. അതിന് പറ്റിയ സമയം കൂടിയാണ്. പൊതുപ്രവർത്തകർക്ക് കീർത്തിയും അംഗീകാരവും ലഭിക്കും. തൊഴിൽ രംഗം മെച്ചപ്പെടും. വിവാഹ ആലോചനകൾ ഉറപ്പിക്കാനാകും. ഭാവി കാര്യങ്ങളിലുള്ള ആശങ്ക കുറഞ്ഞു തുടങ്ങും. രോഗാരിഷ്ഠിതകൾക്ക് തൽക്കാല ശമനം ലഭിക്കും. ഇവർ ദോഷപരിഹാരമായിട്ട് ചെയ്യേണ്ട കാര്യം ഭഗവതി ക്ഷേത്രത്തിൽ സ്വസ്തി സൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് കുംഭക്കൂറിൽ പിറന്ന അവിട്ടം നക്ഷത്ര ജാതകർ 3, 4 പാദങ്ങൾ, ചതയം, പൂരുരുട്ടാതി 1, 2, 3 പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. തൊഴിൽ രംഗം മെച്ചപ്പെടും. വിദ്യാഭ്യാസത്തിലുള്ള തടസ്സങ്ങൾ മാറിവരും. മറ്റുള്ളവരുടെ ചതിവിലും വഞ്ചനയിലും പെടാതെ സൂക്ഷിക്കണം. നേതൃരോഗം, വായുകോപം ഇവയിൽ നിന്ന് മുക്തി നേടും. ധനാഗമങ്ങൾ ഉണ്ടാകും. നല്ല വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരുടെ പ്രീതി സമ്പാദിക്കാൻ സാധിക്കും. സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. അലച്ചിലുകളും ബുദ്ധിമുട്ടുകളും കാര്യതടസ്സങ്ങളും കൂടുതൽ ആകാതെ ശ്രദ്ധിക്കണം. മംഗളകർമ്മങ്ങൾക്ക് കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വീട് പണിയിൽ തടസ്സങ്ങൾ ഉണ്ടാകാതെ നോക്കുക. മനോവിചാരങ്ങൾ കുറഞ്ഞു തുടങ്ങും. എല്ലാ പ്രയാസങ്ങളും ഈശ്വര നിശ്ചയം എന്ന് കരുതി മുന്നോട്ടു പോകാൻ ശ്രമിക്കും. ഈശ്വര താൽപ്പര്യം കുറഞ്ഞു തുടങ്ങും. അപവാദങ്ങൾ കേൾക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇവർ ദോഷപരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ അപരാധ സൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി മീനക്കൂറിൽ പൂരുരുട്ടാതി 4-ാം പാദം, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകരെ കുറിച്ച് ഒന്ന് നോക്കാം. അലച്ചിലുകളും കാര്യതടസ്സങ്ങളും കുറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ വിജയക്കൊടി പാറിക്കുന്ന ഒരു സമയമാണ് ഇവർ. തൊഴിൽ രംഗം മെച്ചപ്പെടും. ധനലാഭ ഐശ്വര്യങ്ങൾ ഉണ്ടാകും. വിശേഷപ്പെട്ട വസ്ത്രങ്ങൾ സമ്മാനമായിട്ട് ലഭിക്കും. ബന്ധുക്കളോടുള്ള കലഹം കൂടുതലാകാതെ ശ്രദ്ധിക്കണം.
വാക്കുദോഷം മൂലം ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. വഴിയാത്രകൾ വേണ്ടിവരും. ഭാര്യ ഭർത്താവിനുള്ള രോഗാരിഷ്ടതകൾ മാറി ഇവർ ആരോഗ്യസ്ഥിതിയിലേക്ക് തിരിച്ചു വരുന്നൊരു സാധ്യതകൾ കൂടി കാണുന്നു. ഇവർ ദോഷപരിഹാരാർത്ഥം ശാസ്താവിന് എള്ള് നിവേദ്യം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക.